ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി നൈറ്റി, അതായത് സാധാരണ നൈറ്റി അല്ല ഇത്. നമുക്ക് പ്രായമൊക്കെ കുറയും, എത്ര വണ്ണമുള്ളവർക്കാണെങ്കിൽ ഒന്ന് വണ്ണം കുറഞ്ഞ് പ്രായമൊക്കെ കുറയുന്ന ഒരു ഇത് വരുന്ന ഒരു നൈറ്റിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15 വയസ്സൊക്കെ നമുക്കൊന്ന് കുറഞ്ഞ് വരും ഇതൊന്ന് ഈ ഒരു നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് കട്ടിങ് മാത്രത്തിൽ ഒതുക്കിയത്. കാരണം സ്റ്റിച്ചിങ്ങിൽ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്, അതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാക്കി മടക്കി നൈറ്റി ബിറ്റ് 290 മീറ്റർ, 290 ഉണ്ട് തുണി. ഇതിൽ രാഹുലിൻ്റെ പ്രിൻ്റാണ് കേട്ടോ, നല്ല പ്രിൻ്റാണ്, പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ അതിപ്പം ഞാൻ എനിക്ക് വേണ്ടി ആക്ച്വലി വാങ്ങിക്കുന്ന മെറ്റീരിയൽസാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതേ കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് XXL ആണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്, ചിലർ 8 ഇഞ്ച് കൊടുക്കാറുണ്ട്, ഞാൻ 7 ഇഞ്ച് കൊടുക്കും. അപ്പോൾ പിന്നെ സ്ലീവ് ലെങ്ത്ത് അങ്ങോട്ട് കൂട്ടിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. സ്ലീവ് ലെങ്ത്ത് വേണമെന്നുള്ള, ഞാൻ ഇത്തിരി സ്ലീവ് ലെങ്ത്തിലൊക്കെ നമ്മൾ ഇടുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് സ്ലീവ് ലെങ്ത്ത് കൂടെ തന്നെ ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ 42 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെ വരെയാണ് അത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഷോൾഡർ 7, ആം ഹോള് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ വിഡ്ത്ത് പറയുന്നത്, ഇതിപ്പോൾ XXL ആയതുകൊണ്ട് ചെസ്റ്റിന് ഞാൻ എടുക്കുന്നത് 13 ഇഞ്ചാണ് ചെസ്റ്റിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്യുന്ന കാണുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അതായത് ആം ഹോളിൻ്റെ അതിൽ കൂടെ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 13 ഇഞ്ച്. ഓക്കെ, ഷോൾഡർ എത്ര പറഞ്ഞ 7 ഇഞ്ച്, ആം ഹോള് 7 ഇഞ്ച്. ഇതിൻ്റെ നമ്മളിപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നതിൻ്റെ ലെങ്ത്ത് 42 ഇഞ്ചാണ്. ഓക്കെ, ആം ഹോൾ ഇതുപോലെ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് ഷേപ്പ് എടുത്ത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഷേപ്പ് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ വണ്ണം നമുക്ക് 13 ചെസ്റ്റ് കൊടുത്ത്, അപ്പോൾ ഒരു 12.5 കൊടുത്ത് 1/2 ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ നൈറ്റി എപ്പോഴും ചുരിദാർ പോലെ ഷേപ്പ് ചെയ്ത് ഇടാറില്ല, അത്ര ഇറുകി നമ്മൾ ഇടാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ 13 12.5 സ്കെയിൽ ചരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ വരച്ചത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നേരെ നമ്മൾ ചരിച്ചങ്ങോട്ട് വെട്ടുക തന്നെ കേട്ടോ. അതായത് ആ ഒരു ഭാഗം ചെറിയൊരു പോർഷനിൽ വന്നിട്ടില്ല, അതായത് നമ്മൾ ചെസ്റ്റിൽ നിന്ന് നേരെ ചരിച്ചാണ് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് 42 ഇഞ്ചിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, വേറെ അളവുകളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കണ്ടല്ലോ, അതായത് നമ്മൾ ചെസ്റ്റ് വേസ്റ്റും എടുത്തിട്ടുണ്ട്, ചെസ്റ്റ് നിന്ന് വേസ്റ്റിക്ക് വരച്ചിട്ടുണ്ട്, നേരെ നമ്മൾ താഴത്തേക്ക് 42 ഇഞ്ചിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഉള്ളത് അടിയിൽ പ്ലീറ്റ് കൊടുക്കണം. അപ്പോൾ പ്ലീറ്റ് കൊടുക്കാനായിട്ട് ഞാൻ 7 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ അത് ഓരോരുത്തരും ലെങ്ത്തിന് ഹൈറ്റിനനുസരിച്ച് അതൊക്കെ മാറി വരും. അപ്പോൾ 7 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇതിപ്പോൾ തുണി 4 ലെയർ ഉണ്ട്, മൊത്തം നമ്മൾ 4ആക്കി മടക്കിയ തുണിയാണ്. അപ്പോൾ 7 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പ്ലീറ്റ് വെക്കാനാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഹൈറ്റും അതിനനുസരിച്ച് ചിലർക്ക് ആംഗിൾ ലെങ്ത്ത് വേണം പറയും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പീസിൽ നിന്നും ഉള്ളിലത്തെ തുണി അങ്ങോട്ട് മാറ്റിയെടുക്കുക. അതിനുശേഷം ഇതും ഇതുപോലെ, ഇതിപ്പോൾ ആദ്യം നമ്മൾ ഒരു 4 ലെയർ ഉണ്ട്, ഇപ്പോൾ 2 ലെയറായി, മടക്കിയപ്പോൾ 2 ലെയറായി. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച ശേഷം നേരത്തെ ചെയ്ത ആ 7 ഇഞ്ച് ലെങ്ത്തുള്ള തുണി ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിപ്പോൾ മാർക്ക് ചെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതേ അളവിൽ. അപ്പം നമുക്ക് പ്ലീറ്റ് വെക്കാനുള്ള ഒരു തുണി നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം നല്ല അത്യാവശ്യം നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡർ കഴിഞ്ഞിട്ടുള്ള ഭാഗമില്ലേ, അതൊന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കൈക്കുഴിയുടെ വണ്ണം നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മേളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ട ശേഷം നമ്മളത് ഇങ്ങനെ വട്ടത്തിൽ വെച്ച് നോക്കുക. അപ്പോൾ വട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 11 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പഫ് കൂടി കൊടുക്കുമ്പോൾ ഇതിൽ എലാസ്റ്റിക് ഒന്നും കൊടുക്കുന്നില്ല, സ്ലീവിന് ലെങ്ത്ത് വേണം കേട്ടോ, പഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലെങ്ത്ത് ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ലെങ്ത്ത് ഒന്നും കിട്ടില്ല, ആകെ നമുക്കൊരു 7 ഇഞ്ച് ലെങ്ത്തേ കിട്ടുള്ളൂ. കാരണം കൈക്കുഴിക്ക് വണ്ണം കൂടുതൽ, പഫ് വെക്കുമ്പോൾ 11 ഇഞ്ച് ആം ഹോൾ എന്നുള്ള 13 ഇഞ്ച് ആം ഹോളാണ്. അപ്പോൾ ഞാനൊരു തുണി മടക്കി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ആ കട്ട് പീസിൽ നിന്ന് ഒരു തുണി എടുത്തിട്ട്. എന്നിട്ട് നമുക്ക് അത് മേലേക്ക് വെച്ചിരിക്കണം കേട്ടോ, അപ്പോൾ തയ്യൽ തുമ്പ് അഡ്ജസ്റ്റ് ആയി പോകുമല്ലോ. എന്നിട്ട് ഞാനൊരു 10 ഇഞ്ച് ലെങ്ത്ത് സ്ലീവിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 10 ഇഞ്ച് ലെങ്ത്ത് കൊടുക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, കൈക്കുഴി വണ്ണം നമുക്ക് 11 പക്ഷേ പഫ് കൊടുക്കുന്നുണ്ട് 13 എടുക്കുക. 10 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ 10 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് എവിടെയാണോ 10 വന്നിട്ട് തുടങ്ങുന്ന അവസാനിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട ടേപ്പ് അവിടെ വെച്ച് അവിടെയും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
കൈക്കൂടെ വണ്ണം ഞാൻ അവിടെ നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഫ് കൊടുക്കുന്നില്ലെങ്കിൽ 11 അല്ലെങ്കിൽ 13. കൈൻ്റെ റൗണ്ട് 9 ഇഞ്ച്. കാരണം നമ്മളിതിൽ അടിയിൽ ഇലാസ്റ്റിക് സ്ലീവുകളൊന്നും കൊടുക്കണില്ല, സാധാരണ സ്ലീവാണ്, പക്ഷെ ലെങ്ത്തുള്ള സ്ലീവാണ്. നമുക്കിത് കണ്ട ഇതുപോലെ. അപ്പോൾ ഒട്ടും വണ്ണം ഒന്നും അറിയില്ല. കൈവണ്ണമുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് വണ്ണം അറിയില്ല, മെലിഞ്ഞ പോലെ തോന്നും. സ്ലീവിന് ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നൈറ്റി പ്രത്യേകിച്ചും ഷോർട്ട് കൈ ആയി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വണ്ണം തോന്നും കൈക്ക്. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൈവണ്ണം അറിയത്തില്ല. എന്നിട്ട് സാധാരണ പോലെ തന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ ഉണ്ടാവും. ഇതൊരു വെറൈറ്റി നൈറ്റി തന്നെയാണ് സംഭവം. നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ മാസം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇപ്രാവശ്യം ഒന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് ഓർത്ത്. അപ്പം നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, അത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, അപ്പം കൈക്കുഴിയുടെ അത് നമുക്ക് സ്ലീവിൻ്റെ അടിവശത്തെ ഭാഗം സ്ലീവിൽ ജോയിനിങ് ഇങ്ങനെ നമുക്ക് കിട്ടത്തുള്ളൂ. നടുക്ക് സ്ലീവ് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അതിനെക്കാട്ടും കുറച്ചുകൂടി എളുപ്പം ഈ രീതിയിൽ ചെയ്യാനാണ്. ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ അടിയിൽ നമുക്ക് ലെങ്ത്ത് കൂട്ടാനായിട്ട് ഈ രീതിയിലായിരിക്കും നമുക്ക് വരിക കേട്ടോ. അപ്പോൾ അതേ സ്ലീവ് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചെറിയ കട്ട് പീസിൽ നിന്നും 1.5 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുക്കണം. എന്തിനാ? നമ്മുടെ ബാക്ക് നെക്കിൽ നമുക്ക് അതായത് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതിലിപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുന്നില്ല, കാരണം ഇതൊരു സാധാരണ ഒരു നെക്ക് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ഒരു ഡിസൈൻ നെക്ക് കൊടുക്കണം. അതിനുള്ള തുണിയുണ്ട്, മാച്ചിങ് തുണി ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ഡിസൈൻ നെക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ മൊത്തത്തിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് ഡിസൈൻ നെക്കാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ദൂരെ ഒന്ന് സേവ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ XXL ആണ് സൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്